أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه أجمعين. أما بعد. الحمد لله. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതാധ്യായങ്ങൾ ആരാധനയുടെ രാവുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ സൗന്ദര്യവും ജീവിതാവിഷ്കാരവും നമ്മുടെ മുമ്പിലേക്ക് ഏറ്റവും കൂടുതൽ നിവേദനം ചെയ്ത് തന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്ന 10 കൊല്ലത്തെ പരിചാരകനാണ്. അവിടുത്തെ അരമന വർത്തമാനങ്ങൾ നമ്മളോട് നിവേദനം ചെയ്തു തരുന്നത് പ്രിയപ്പെട്ട സഖിയും കൂട്ടുകാരന്റെ മകളും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരിൽ ഏക കന്യകയും ബുദ്ധിമതിയും വിജ്ഞാനിയുമായ ആയിഷത്തു തുഗ്റ റളിയല്ലാഹു അൻഹ. ലോകത്തൊരു പത്നിക്കും ഒരു ഭർത്താവിന്റെ മേന്മകൾ പറയുമ്പോൾ ഇത്രയേറെ അധ്യായങ്ങൾ പരാമർശിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. ഒരു പത്നിയും വ്യക്തികേന്ദ്രീകൃതമായി ഇത്ര വിശാലമായ ഒരു ആവിഷ്കാര പ്രപഞ്ചത്തെ ആവഹിച്ച് പകർന്നു കൊടുക്കേണ്ടി വന്നിട്ടുമുണ്ടാവില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാവ് എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ പറയാനുള്ള ആരാധനാവിഷ്ടമായ രാക്കഥകൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് പോലെ വേറെ ഒരാളുടെയും രാത്രി ജീവിതത്തെക്കുറിച്ച് ഒരു പത്നിയും പറയേണ്ടി വന്നിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് അല്ലാഹു തആല തന്ന സമ്മാനമാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തി മഹത്വത്തെ ഓരോ നിമിഷവും പ്രോജ്വലിപ്പിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് തരികയാണ് അവിടുത്തെ കുറിച്ചുള്ള വായനകൾ. എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളും അനുവാചകരും പഠിതാക്കളും ഇതിന്റെ പ്രാധാന്യവും മഹത്വവും ആലോചിക്കുന്നുണ്ടാവും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ശ്രേഷ്ഠ വ്യക്തിത്വത്തിന്റെ ജീവിതാധ്യായങ്ങളുടെ അരമനയും അടുക്കളയും സമീപന രീതിയും ഒക്കെ നമ്മളിങ്ങനെ വായിച്ച് ആസ്വദിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. മാഷാ അല്ലാഹ്. അതിൽ ഇബാദത്തിനെ കുറിച്ചുള്ള അധ്യായത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. 281 ഹദീസ് നമ്മൾ വായിക്കുകയാണ്. حدثنا إسحاق بن موسى الأنصاري حدثنا معن حدثنا مالك عن ابن شهاب عن السائب بن يزيد عن المطلب بن أبي وداعة السهمي عن حفصة زوج النبي صلى الله عليه وسلم. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിമാരിൽ ഒരാളായ ഹഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹ പറയാണ്, അന്നഹ ഖാലത്ത് മാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വല്ലാ സുബ്ഹതഹു ഖാഇദൻ ഹത്താ കാന ഖബ്ല വഫാത്തിഹി ബിആമിൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് നിസ്കാരങ്ങൾ ഇരുന്നു നിർവഹിച്ചതായി ഞാൻ കണ്ടിട്ടില്ല, അവിടുത്തെ വിയോഗത്തിന്റെ 1 വർഷം മുമ്പ് വരെ. അവ ശാരീരികമായി പ്രയാസങ്ങൾ നേരിട്ടപ്പോഴാണ് ഇരുന്നു നിസ്കരിക്കാൻ തുടങ്ങിയത്. അത് വഫാത്തിന്റെ 1 വർഷം മുമ്പാണ്. ഫഇന്നഹു കാന യുസല്ലി ഫീ സുബ്ഹതിഹി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സുന്നത്ത് നിസ്കാരം നിർവഹിക്കുമായിരുന്നു. വയഖറഉ സൂറത മിനൽ ഖുർആനി. ഖുർആനിൽ നിന്നുള്ള അധ്യായങ്ങൾ പാരായണം ചെയ്യും. വയുറത്തിലുഹാ. അതിനെ സാവധാനത്തിൽ അവധാനതയോടുകൂടി പാരായണം ചെയ്യും. ഓരോ അക്ഷരങ്ങളും വാചകങ്ങളും വ്യക്തമാകുന്ന വിധത്തിൽ അതിന്റെ ചിട്ടകൾ പാലിച്ചുകൊണ്ട് ഹത്താ തകൂന അത്വല മിൻഹാ. തർത്തീൽ രീതിയിൽ തന്നെ പാരായണം ചെയ്യുമ്പോൾ അത്വലായ സൂറത്ത്, അതിൽ വെച്ച് ദൈർഘ്യമേറിയ സൂറത്ത് ദൈർഘ്യത്തോടുകൂടി തന്നെ
പൂർണ്ണമായ പാലനത്തോടുകൂടി തന്നെ പാരായണം ചെയ്തിരുന്നു. حدثنا الحسن بن محمد الزعفراني حدثنا الحجاج بن محمد عن ابن جريج قال أخبرني عثمان بن أبي سليمان أن أبا سلمة بن عبد الرحمن أخبره أن عائشة رضي الله عنها أخبرته عائشة رضي الله عنها برنو أن النبي صلى الله عليه وسلم لم يمت حتى كان أكثر صلاته وهو جالس. അവിടുന്ന് വഫാത്തിന്റെ നാളുകളിൽ വഫാത്തിനോടടുത്ത സമയങ്ങളിൽ അവിടുന്ന് ഏറെ സുന്നത്ത് നിസ്കാരങ്ങളും ഇരുന്നു കൊണ്ടാണ് നിർവഹിച്ചിരുന്നത്. ഇല്ലൽ മക്തൂബ ഫർദ് ഒഴികെ എന്ന് വേറെ റിവായത്തിലുണ്ട്. അതുകൊണ്ടാണ് ഏറെ സുന്നത്ത് നിസ്കാരങ്ങളും എന്ന് അതിന്റെ ആശയം പറഞ്ഞു. حدثنا أحمد بن مني حدثنا إسماعيل بن إبراهيم عن أيوب عن نافع عن ابن عمر رضي الله عنهما قال صليت مع رسول الله صلى الله عليه وسلم ركعتين قبل الظهر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഞാൻ നിസ്കരിച്ചപ്പോൾ ളുഹറിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. വറക്അത്തൈനി ബഅദഹ, ശേഷം 2 റക്അത്ത്. വറക്അത്തൈനി ബഅദൽ മഗ്രിബി ഫീ ബൈതിഹി, മഗ്രിബിന് ശേഷം 2 റക്അത്ത്. വറക്അത്തൈനി ബഅദൽ ഇശാഇ ഫീ ബൈതിഹി, വീട്ടിൽ വെച്ച് ഇശാഇന് ശേഷമുള്ള 2 റക്അത്തും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട 10 റക്അത്ത് സുന്നത്ത് നിസ്കാരം. സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത്, ളുഹറിന് മുമ്പ് 2, ശേഷം 2, 6. മഗ്രിബിന് ശേഷം 2, ഇശാഇന് ശേഷം 2, 10. അതിൽ സുബഹി ഒഴികെയുള്ളതാണ് ഇവിടെ എണ്ണിയത്. حدثنا أحمد بن مني حدثنا إسماعيل بن إبراهيم عن أيوب عن نافع عن ابن عمر رضي الله عنهما قال وحدثتني حفصة رضي الله عنها, അവിടുന്ന് പറഞ്ഞു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുസല്ലി റക്അത്തൈൻ ഹീന യത്ലുഉൽ ഫജ്ർ വയുനാദിൽ മുനാദി ഖാല അയ്യൂബ് റാഹു ഖാല ഖഫീഫത്തൈൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫജ്ർ ഉദിക്കുമ്പോൾ സുബ്ഹിന്റെ സമയമാകുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു. വയുനാദിൽ മുനാദി, അപ്പോൾ വാങ്ക് കൊടുക്കാൻ സമയാകും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു. യുഅദ്ദിനുൽ മുഅദ്ദിൻ, വാങ്ക് കൊടുക്കാൻ സമയാകുമ്പോ. അയ്യൂബ് റളിയല്ലാഹു അൻഹു പറയാണ്, അയ്യൂബ് എന്ന റാവി പറയാണ്, ഉറാഹു ഖാല ഖഫീഫത്തൈനി, ഖഫീഫത്തൈനി എന്നുകൂടി പറഞ്ഞത് മാതിരിയുണ്ട്. ഞാൻ വിചാരിക്കുന്നു റക്അത്തൈനി എന്ന് മാത്രമല്ല, കാന യുസല്ലി റക്അത്തൈനി ഖഫീഫത്തൈനി, ലഘുവായ 2 റക്അത്ത് എന്നുകൂടിയുണ്ട്. حدثنا قتيبة بن سعيد حدثنا مروان بن معاوية الفزاري عن جعفر بن برقان عن ميمون بن مهران عن ابن عمر رضي الله عنهما قال حفظت من رسول الله صلى الله عليه وسلم 8 ركعات. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഞാൻ 8 റക്അത്ത് നിസ്കാരം മനപ്പാടമാക്കി വെച്ചിട്ടുണ്ട്, ഓർത്തു വെച്ചിട്ടുണ്ട്. അതേതാണ്? റക്അത്തൈനി ഖബലൽ ളുഹരി, ളുഹറിന് മുമ്പുള്ള 2 റക്അത്ത്. വറക്അത്തൈനി ബഅദഹ, ളുഹറിന് ശേഷമുള്ള 2 റക്അത്ത്. വറക്അത്തൈനി ബഅദൽ മഗ്രിബി, മഗ്രിബിന് ശേഷമുള്ള 2 റക്അത്ത്. വറക്അത്തൈനി ബഅദൽ ഇശാഇ, ഇശാഇന് ശേഷമുള്ള 2 റക്അത്ത്. ഖാല ഇബ്നു ഉമറ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഹദ്ദസത്നി ഹഫ്സത്തു, ഹഫ്സ റളിയല്ലാഹു അൻഹ എന്നോട് പറഞ്ഞു, ബിറക്അത്തിൽ ഗദാത്തി, ഫജ്റിന്റെ 2 റക്അത്ത് സുന്നത്ത് കൂടി. വലം അകുൻ നറാഹുമാ മിനൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ ആ നിസ്കാരത്തെ കുറിച്ച് എനിക്കറിയില്ല.
لأنه كان يفعلهما غالبا وغالبا عند نسائه قبل خروجه. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സുന്നത്ത് നിസ്കാരം ഒരുപക്ഷെ വീട്ടിലായിരിക്കാം, അവിടുന്ന് കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ കാരണം. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ 10 റക്അത്ത് വന്നു. حدثنا أبو سلمة يحيى بن خلف حدثنا بشر بن المفضل عن خالد الحذاء عن عبد الله بن شقيق قال سألت عائشة رضي الله عنها عن صلاة رسول الله صلى الله عليه وسلم. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്നുള്ള മുഅക്കദായ സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ച് ഞാൻ ചോദിച്ചു. ഖാലത്ത് മഹദി അവറുകൾ പറഞ്ഞു, കാന യുസല്ലി ഖബല അൽ-ളുഹ്രി റക്അത്തൈനി, ളുഹറിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു. ഖബല അൽ-ഫജ്രി സിൻതൈനി, അല്ല വബഅദഹാ റക്അത്തൈനി, ളുഹറിന് ശേഷം 2. വബഅദൽ മഗ്രിബി സിൻതൈനി, മഗ്രിബിന് ശേഷം 2. വബഅദൽ ഇശാഇ റക്അത്തൈനി, ഇശാഇന് ശേഷം 2. വഖബലൽ ഫജ്രി സിൻതൈനി, സുബ്ഹിക്ക് മുമ്പ് 2. അപ്പോൾ 10 റക്അത്തായി. മുഅക്കദായ സുന്നത്ത് നിസ്കാരത്തെ എണ്ണിയത് ഈ റിവായത്തിൽ ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഓർമ്മ നിൽക്കാൻ നല്ലതാണ്. സുബഹിക്ക് മുമ്പ് 2, ളുഹറിന് മുമ്പും ശേഷവും ഈ 2, 6. അസറിന് മുമ്പും ശേഷവും ഈ എണ്ണത്തിലില്ല, മുഅക്കദല്ല. മഗ്രിബിന് ശേഷം 2, ഇശാഇന് ശേഷം 2. حدثنا محمد بن مثنى حدثنا محمد بن جعفر حدثنا شعبة عن أبي إسحاق قال سمعت عاصم بن ضمرة يقول سألنا عليا عن صلاة رسول الله صلى الله عليه وسلم من النهار. ഞങ്ങളെ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പകൽ നിസ്കാരത്തെ കുറിച്ച്. ഫഖാല, അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇന്നക്കും ലാ തുതീഖൂന ദാലിക, നിങ്ങൾക്കത് വഹിക്കാൻ സാധ്യമല്ല. ഖാല ഖുൽനാ മൻ നതാഖ മിന്നാ ദാലിക സ്വല്ല, ഞങ്ങളിൽ നിന്ന് കഴിയുന്നവർ നിസ്കരിച്ചോട്ടെ. ഫഖാല കാന ഇദാ കാനത്തി ശംസു മിൻ ഹാഹുനാ കഹൈഅതിഹാ മിൻ ഹാഹുനാ ഇൻദൽ അസ്രി സല്ലാ റക്അത്തൈനി. ഇദാ കാനത്തി ശംസു മിൻ ഹാഹുനാ, ഉദയസ്ഥാനത്ത് നിന്ന് സൂര്യൻ ആയാൽ, കഹൈഅതിഹാ മിൻ ഹാഹുനാ ഇൻദൽ അസ്രി, അസറിന്റെ സമയത്ത് ആകുന്നത് പോലെ ആയാൽ, ഐമൽ മഗ്രിബി, വൈകുന്നേരത്തോളം ആകുന്നത് പോലെ, അതായത് ഉദയം ആരംഭിക്കുന്ന സമയത്ത് 2 റക്അത്ത് നിസ്കരിക്കും. സല്ലാ റക്അത്തൈൻ. വഇദാ കാനത്തി ശംസു മിൻ ഹാഹുനാ കഹൈഅതിഹാ മിൻ ഹാഹുനാ ഇൻദൽ ളുഹ്രി സല്ലാ അർബഅൻ, ഉച്ച സമയത്ത് 2 റക്അത്ത് നിസ്കരിക്കും. وإذا كانت الشمس من ها هنا كهيئتها من ها هنا من المغرب قبل الاستواء, ഇസ്തിവാഇന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കും. അല്ല, وإذا كانت الشمس من ها هنا كهيئتها من ها هنا عند الظهر, അപ്പോൾ സല്ലാ അർബഅൻ 4 റക്അത്ത് നിസ്കരിക്കും. ആദ്യം പറഞ്ഞത് ഒന്നുകിൽ ദുഹാ നിസ്കാരം, രണ്ടാമത്തേത് ഉച്ച സമയത്തുള്ള 4 റക്അത്ത് നിസ്കാരം, ഖരീബൻ മിന സവാലി, ഉച്ചയോടടുത്ത്. വയുസല്ലി ഖബല അൽ-ളുഹ്രി അർബഅൻ, അത് കൂടാതെ ളുഹറിന് മുമ്പ് 4 റക്അത്ത്. വയുസല്ലി ഖബല അൽ-ളുഹ്രി അർബഅൻ, അത് കൂടാതെ ളുഹറിന് മുമ്പ് 4 റക്അത്ത്. വബഅദഹാ റക്അത്തൈനി, ളുഹറിന് ശേഷം 2 റക്അത്ത്. وقبل العصر 4, അസ്റിന് മുമ്പ് 2 റക്അത്ത്. യഫ്സിലു ബൈന കുല്ലി റക്അത്തൈനി, ളുഹറിന് മുമ്പുള്ള 4 റക്അത്തുകളിൽ ഈ 2 ആയിട്ടാണ് നിസ്കരിക്കുക. ബിത്തസ്ലീമി അൽ മലായികത്തിൽ മുഖറബീൻ വന്നബിയീൻ വമൻ തബിഅഹും മിനൽ മുഅ്മിനീൻ, എല്ലാവർക്കും സലാം ചൊല്ലിക്കൊണ്ട്, അഥവാ സലാമോടുകൂടി പിരിയുന്ന നിസ്കാരം. അതുകൊണ്ടാണ് നമ്മൾ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുമ്പോൾ നമ്മൾ കരുതേണ്ടതുണ്ട്, അലാമ യമീനിഹി വ യസാരിഹി, വലത്തും ഇടത്തുമെല്ലാം മലക്കുകളെയും
മോമിനീങ്ങളിൽ നിന്നുള്ള മനുഷ്യന്മാരെയും ജിന്നുകളെയും എല്ലാം. അപ്പൊ സലാമോടുകൂടി 2 റക്അത്ത് വീതം വേർതിരിച്ച് നിസ്കരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ആർക്കാണ് കഴിയുക എന്നാണ് അലി റളിയല്ലാഹു അൻഹു ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സുന്നത്ത് നിസ്കാരങ്ങൾ, ഇബാദത്ത് തുടങ്ങിയവയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. حدثنا محمود بن غيلان حدثنا أبو داود الطيالسي أنبأنا شعبة عن يزيد الرشكي قال سمعت معاذة قالت قلت لعائشة رضي الله عنها أكان رسول الله صلى الله عليه وسلم يصلي الضحى. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദുഹാ നിസ്കരിക്കാറുണ്ടായിരുന്നോ? ഖാലത്ത് നഅം, അതേ ഉണ്ടായിരുന്നു. 4 റക്അത്തിൻ വയസീദു മാഷാ അല്ലാഹ്, 4 നിസ്കരിക്കും, പിന്നെ ഇഷ്ടം പോലെ അതിനനുബന്ധമായി നിസ്കരിക്കും. حدثنا محمد المثنى حدثنا حكيم بن معاوية الزيادي حدثنا زياد بن عبد الله بن الربيع الزيادي عن حميد الطويل عن أنس بن مالك رضي الله عنه وعنهم أن النبي صلى الله عليه وسلم كان يصلي الضحى 6 ركعات. പരമാവധി 8 റക്അത്തുള്ള സുന്നത്ത് നിസ്കാരമാണല്ലോ, അതിൽ 4ഉം 6ഉം ഒക്കെ നിസ്കരിക്കുന്നത് കണ്ടിട്ടുണ്ട്. حدثنا محمد بن مثنى حدثنا محمد بن جعفر أنبأنا شعبة عن عمرو بن مرة عن عبد الرحمن بن أبي ليلى قال ما أخبرني أحد أنها رأى النبي صلى الله عليه وسلم يصلي الضحى. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹാ നിസ്കരിക്കുന്നതായി ആരും ഞങ്ങളോട് ഇഖ്ബാർ ചെയ്തിട്ടില്ല, അറിയിച്ചിട്ടില്ല. ഇല്ല ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ ഒഴികെ. ഫഇന്നഹാ ഹദ്ദസത്ത്, മഹദി പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല ബൈതഹാ യൗമ ഫത്ഹി മക്ക. മക്ക വിജയത്തിന്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വന്നു. ഫഗതസല, കുളിച്ചു. ഫസബ്ബഹ, സുന്നത്ത് നിസ്കരിച്ചു. 8 റക്അത്തിൻ, 8 റക്അത്ത്. മാ റഅയ്തുഹു സ്വല്ലാ സ്വലാത്തൻ അഖഫ മിൻഹാ, അതിനേക്കാൾ ലഘുവായ നിസ്കാരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ കണ്ടിട്ടില്ല. ഗൈറ അന്നഹു കാന യുതിമ്മു റുകൂഅ വസ്സുജൂദ, റുകൂഅ സുജൂദ് ഒക്കെ താമായിട്ട് തന്നെ നിസ്കരിക്കണത്. എന്നാലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് അത്രയും ലഘുവായ നിസ്കാരം ഞാൻ കണ്ടിട്ടില്ല, അത്രയും മിനിമം. അതിന്റെ അർത്ഥം നമ്മളെ മാതിരി ചടപടാൻ നിസ്കരിക്കാന്നല്ല, റുകൂഉം സുജൂദും എല്ലാം താമാക്കിക്കൊണ്ട് തന്നെ അവിടെ നിസ്കരിച്ചത്. അപ്പൊ 8 റക്അത്ത് നിസ്കരിക്കുന്നത് കണ്ടു. അപ്പൊ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിവായത്തിൽ സ്വല്ലാ സുബ്ഹത്തുൽ ദുഹാ എന്ന് തന്നെയുണ്ട്, ദുഹാന്റെ സുന്നത്ത് നിസ്കാരം. حدثنا ابن ابي عمر حدثنا وكيع حدثنا كهمس بن حسن عن عبد الله بن شقيق قال قلت لعائشة رضي الله عنها, ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയോട് ഞാൻ പറഞ്ഞു, അക്കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ദുഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദുഹാ നിസ്കരിക്കാറുണ്ടായിരുന്നു. കാലത്തില്ല ഇല്ല അൻ യജീഅ മിൻ മഗൈബിഹി, യാത്ര കഴിഞ്ഞ് വരുമ്പോൾ നിസ്കരിക്കാറുണ്ടായിരുന്നു. അതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകിൽ പള്ളിയിൽ നിസ്കരിക്കാം. വ്യത്യസ്തങ്ങളായ റിവായത്തുകളുണ്ട്. ഇതിൽ നിന്നെല്ലാം ഒരു സമീക്ഷയായിട്ടാണ് ഇമ്മത്ത് 8 റക്അത്താണെന്നും അതിന്റെ മഹത്വങ്ങളും എല്ലാം വിശദീകരിച്ചിട്ടുള്ളത്. حدثنا زياد بن أيوب البغدادي حدثنا محمد بن ربيعة عن فضيل بن مرزوق أن عطية عن النبي سعيد الخدري رضي الله عنه قال كان رسول الله صلى الله عليه وسلم يصلي الضحى حتى نقول لا يدعها. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹാ നിസ്കാരം പതിവായി നിസ്കരിക്കും. ഏതുവരെ? ഞങ്ങൾ വിചാരിക്കും ഇത് ഒരിക്കലും മുടക്കണ്ടാത്ത നിസ്കാരാണ്. വയദഉഹാ ഹത്താ നഖൂല ലാ യുസല്ലിഹാ, ചിലപ്പോൾ നിസ്കരിക്കുന്നത് നമ്മൾ കാണാറില്ല. അപ്പൊ സുന്നത്ത് ഇത് നിസ്കരിക്കണില്ല എന്നും വിചാരിക്കും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായതുകൊണ്ട് ഫറളാണ് എന്ന് തെറ്റിദ്ധരിക്കാവുന്ന ഒരു വിധത്തിൽ സ്വഹാബത്തിന്റെ മുമ്പിൽ നിസ്കരിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ബിദാത്തിൽ അവിടെ നിസ്കരിച്ചിട്ടുണ്ടാകാം, വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ ആകും.
حدثنا أحمد بن منيع عن هشيم أنبأنا عبيدة وهو بن معتب عن إبراهيم عن سهم بن منجاب عن قرثع الضبي أو عن قزعة عن قرثع النبي أيوب الأنصاري رضي الله عنه أن النبي صلى الله عليه وسلم മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുദ്മിനു 4 റകഅത്തിൻ ഇൻദ സവാലി ശംസി. മധ്യാഹ്നത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 റകഅത്ത് നിസ്കാരം പതിവാക്കുമായിരുന്നു. ഫഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നക തുദ്മിനു ഹാദിഹിൽ 4 റകഅത്തിൻ ഇൻദ സവാലി ശംസി. മധ്യാഹ്നത്തിൽ അവിടുന്ന് 4 റകഅത്ത് നിസ്കാരം പതിവാക്കുന്നുണ്ടല്ലോ. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് പറഞ്ഞു, ഇന്ന അബ്വാബസ് സമാഇ തുഫ്തഹു ഇൻദ സവാലി ശംസി. സൂര്യൻ മധ്യാഹ്നത്തിലെത്തുമ്പോൾ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. വലാ തുർതജു ഹത്താ യുസല്ലൽ ളുഹ്റു. ളുഹ്ർ നിസ്കരിക്കപ്പെടുമ്പോഴല്ലാതെ അടക്കുകയില്ല. ആ സമയത്ത് എന്നിൽ നിന്ന് ഒരു നന്മ, ഒരു ആരാധന വാനലോകത്തേക്ക് ഉയരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഖുൽതു, ഞാൻ ചോദിച്ചു, അഫീ കുല്ലിഹിന്ന ഖിറാഅത്തുൻ, ഈ 4 റകഅത്തിലും ഖുർആൻ പാരായണമുണ്ടോ? ഖാല നഅം, അതേ ഉണ്ട്. ഖുൽതു ഹൽ ഫീഹിന്ന തസ്ലീമുൻ ഫാസിലുൻ, അതിന്റെ ഇടയിൽ ഈ 2 റകഅത്തിനെ വേർതിരിക്കുന്ന സലാമുണ്ടോ? ഖാല ലാ, ഒരുമിച്ച് തന്നെയുള്ള 4 റകഅത്താണ്. അവിടെ ഫസ്ലില്ലാതെയും ആകാം, ഫസ്ലോടുകൂടിയും ആകാം. നേരത്തെ റിവായത്തിൽ ഫസ്ലോടുകൂടി നിസ്കരിച്ചത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സലാം വീട്ടി 2 റകഅത്ത്. حدثنا أحمد بن منيع حدثنا أبو معاوية أخبرنا عبيدة بن إبراهيم عن سهم بن منجاب عن قزعة عن قرثع أن النبي أيوب الأنصاري رضي الله عنه عن النبي صلى الله عليه وسلم نحوه. حدثنا محمد بن المثنى حدثنا أبو داود حدثنا محمد بن مسلم بن أبي الوضاح عن عبد الكريم الجزري عن مجاهد أن عبد الله بن السائب أن رسول الله صلى الله عليه وسلم كان يصلي 4 بعد أن تزول الشمس قبل الظهر. സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്ന് തെറ്റി ളുഹറിന്റെ സമയമാകുന്നായി ളുഹർ നിസ്കരിക്കുന്നതിന് മുമ്പ് 4 റകഅത്ത് നിസ്കരിക്കുമായിരുന്നു. وقال إنها ساعة تفتح فيها أبواب السماء, ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുന്ന സമയമാണത്. فأحب أن يسعد لي فيها عمل صالح, ആ സമയത്ത് എന്നിൽ നിന്നൊരു സൽക്കർമ്മം ഉയരപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലാഹുവിലേക്ക് സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. حدثنا أبو سلمة يحيى بن خلف حدثنا عمر بن علي المقدمي عن مسعر بن كدام من النبي إسحاق عن عاصم بن ضمرة عن علي رضي الله عنه أنه كان يصلي قبل الظهر 4. ളുഹറിന് മുമ്പ് 4 റകഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാറുണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, വദക്കറ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലിഹാ ഇൻദ സവാലി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ളുഹറിന് മുമ്പ് 4 റകഅത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. വയമുദ്ദു ഫീഹാ, ദീർഘമായ നിസ്കാരം തന്നെ. അപ്പോൾ നിരവധി പണ്ഡിതന്മാർ ഇതിനെ ക്രോഡീകരിച്ചത് ളുഹറിന് മുമ്പുള്ള 4 റകഅത്തായി തന്നെ ഇതിനെ വ്യാഖ്യാനിച്ചവരുണ്ട്. നിസ്കാരത്തിന്റെ ഖിബില കഅബയായതുപോലെ ദുആഇന്റെ ഖിബിലയാണ് ആകാശം. അല്ലാതെ അള്ളാഹു ആകാശത്തിരിക്കുന്നുണ്ടല്ല. അള്ളാഹുവിന് സ്ഥലമോ കാലമോ ദേശമോ ഒന്നും ആവശ്യമില്ല. ഇമാം നവവി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതും അങ്ങനെയാണ്. ഖിബലത്തുസ് സ്വലാത്തി അൽ കഅബത്തുൽ മുശറഫ, നിസ്കാരത്തിന്റെ ഖിബലയാണ് കഅബ. അപ്പൊ ദുആഇന്റെ ഖിബലയോ അതാണ് ആകാശം. അതുകൊണ്ടാണ് വാനലോകത്തേക്ക് ഉയർത്തുന്നത്. പിന്നെ സൽക്കർമ്മങ്ങൾ കടന്നു പോകുന്ന അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
അമലുകളുടെ കേന്ദ്രമായി വാനലോകത്ത് മലായിക്കത്തിന്റെ വ്യവഹാര കേന്ദ്രത്തിൽ പ്രത്യേക സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അമൽ ഉയർത്തപ്പെടുന്നു എന്ന പ്രയോഗങ്ങൾ വരുന്നത്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാൾ മരണപ്പെട്ടാൽ അയാൾക്ക് വേണ്ടി 2 സ്ഥലങ്ങൾ കരയും ഒരു നല്ല മനുഷ്യൻ. ഒന്ന് ഭൂമിയിൽ അയാൾ ആരാധന ചെയ്ത സ്ഥലമാണ്, 2 വാനലോകത്തേക്ക് സൽക്കർമ്മങ്ങൾ ഉയർന്നു ചേരുന്ന സ്ഥലമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്ഥലത്തിന്റെയും കാലത്തിന്റെയും ദേശത്തിന്റെയും എല്ലാം സ്രഷ്ടാവാണ്. അതൊന്നും അവൻ ആവശ്യമില്ല. അപ്പൊ അള്ളാഹുവിനെ ആര് സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ ആ ചോദ്യം തന്നെ ഒരു കാലഗണനയിലേക്ക് സൂചിപ്പിക്കുന്നതാണ്. മുമ്പ്, അള്ളാഹുവിന് മുമ്പ് എന്ന് പറഞ്ഞൊരു ടൈം ആണ്. ടൈമോ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അപ്പൊ ഇസ്ലാം വിശ്വസിക്കുന്ന അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹുവിന് മുമ്പ് എന്ന പ്രയോഗം ഇല്ല, പിന്നെ എന്ന പ്രയോഗം ഇല്ല. കാരണം അതെല്ലാം ടൈമാണ്. ടൈം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. നമ്മുടെ ബ്രെയിനുകളെല്ലാം ടൈമിൽ ഇൻസ്റ്റാൾ ചെയ്തതാണ്. അതുകൊണ്ട് ടൈം എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ചിന്തിക്കാനും ചോദിക്കാനും ഒക്കെ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വ തആല ടൈമിന്റെ സ്രഷ്ടാവാണ്. അവന് സമയത്തിന്റെ ആവശ്യം ഇല്ല. അപ്പം നമ്മളുടെ അടുക്കൽ അള്ളാനെ ആര് സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. എന്താ കാരണം? നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹു ലം യലിദ് വലം യൂലദ്, അവൻ ജാതനോ ജനകനോ അല്ല. അപ്പൊ അള്ളാനെ ആര് സൃഷ്ടിച്ചു എന്ന് നമ്മളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ സ്വന്തമായ ഒരു വസ്തു ഉണ്ടാകുമോ? അത് മറ്റൊരു ചോദ്യമാണ്. അള്ളാനെ ആര് സൃഷ്ടിച്ചു എന്ന ചോദ്യം മുസ്ലിങ്ങളോട് അള്ളാഹുവിനെ കുറിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ആദ്യം തന്നെ വിശ്വസിക്കണം അള്ളാഹു പിതാവല്ല, പുത്രനുമല്ല, മാതാവല്ല, മകളുമല്ല. മാത്രമല്ല അള്ളാനെ ആര് സൃഷ്ടിച്ചു വെച്ചാൽ മുമ്പൊരു കാലത്തേക്ക് ബന്ധപ്പെടുന്നുണ്ട്. അവ കാലദേശങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അവ ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച ഒരു പരാശക്തി. അവൻ ടൈം ബേസ്ഡ് ആയിട്ടുള്ള ആളല്ല, അല്ലെങ്കിൽ വ്യക്തിയല്ല, ശക്തിയല്ല. യുക്തിവാദികളായ ആളുകൾക്ക് ചോദ്യം ഉന്നയിക്കുമ്പോൾ തന്നെ നമ്മുടെ ചോദ്യങ്ങളുമായി, നമ്മുടെ വിശ്വാസ ശാസ്ത്രവുമായി അവർക്ക് പരിചയമില്ല. ഇരിക്കട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ബാബു സ്വലാത്തി തതവ്വുഇ ഫിൽ ബൈത്തി, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിൽ നിർവഹിക്കുന്നതിനെ കുറിച്ച്. حدثنا عباس العنبري حدثنا عبد الرحمن بن مهدي عن معاوية بن صالح عن العلاء بن الحارث عن حرام بن معاوية عن أبيه عبد الله بن سعد قال سألت رسول الله صلى الله عليه وسلم عن الصلاة في بيته والصلاة في المسجد. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു നിസ്കാരത്തെ കുറിച്ച്, വീട്ടിൽ നിസ്കരിക്കുന്നതിനെ കുറിച്ചും പള്ളിയിൽ നിസ്കരിക്കുന്നതിനെ കുറിച്ചും, അഥവാ ഏതാണ് കൂടുതൽ മഹത്വമുള്ളത് എന്ന്. എന്റെ പള്ളി എനിക്ക് വീടിനോട്, എന്റെ വീട് എത്രമാത്രം പള്ളിയോട് അടുത്തതാണെന്നറിയാമല്ലോ. فلأن أصلي في بيتي أحب إلي من أن أصلي في المسجد إلا أن تكون صلاة مكتوبة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ വീടും പള്ളിയും എത്ര അടുത്താണെന്നറിയാമല്ലോ. എന്നാൽ എനിക്ക് വീട്ടിൽ നിസ്കരിക്കലാണ് ഏറ്റവും താല്പര്യം, പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ. ഇല്ല അൻ തകൂന സ്വലാത്തൻ മക്തൂബത്തൻ, ഫർദ് നിസ്കാരം ഒഴികെ. അപ്പൊ സുന്നത്ത് നിസ്കാരം വീട്ടിൽ നിസ്കരിക്കലാണ് എനിക്കിഷ്ടം. മിനൽ മസ്ജിദി, പള്ളി അടുത്താണെങ്കിലും ഫർദ് പള്ളിയിൽ നിസ്കരിക്കുന്നു, സുന്നത്ത് വീട്ടിൽ നിസ്കരിക്കുന്നു. അഫ്ളലു സ്വലാത്തിൽ മർഇ ഫീ ബൈതിഹി ഇല്ലൽ മക്തൂബ.
ബാബു മാ ജാഅ ഫീ സൗമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്രതാനുഷ്ഠാനം, ഉപവാസം, നോമ്പ്. حدثنا قتيبة بن سعيد حدثنا حماد بن زيد أن أيوب عن عبد الله بن شقيق قال سألت عائشة رضي الله عنها عن صيام رسول الله صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെ കുറിച്ച് ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു. ഖാലത്ത്, മഹദി പറഞ്ഞു, കാന യസൂമു ഹത്താ നഖൂല ഖദ് സ്വാമാ. ചിലപ്പോൾ അങ്ങനെ നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കുന്ന കണ്ടവിയായിരിക്കും എന്നും നോമ്പ് തന്നെ. വയുഫ്തിറു ഹത്താ നഖൂല ഖദ് അഫ്തറ. ഇടക്ക് നോമ്പില്ലാത്ത ദിവസങ്ങൾ നോക്കിയാ നോമ്പില്ലാത്ത മാതിരി അത്. ഖാലത്തു വമാ സ്വാമ, അഥവാ എന്നും ഇങ്ങനെ നോമ്പുകാരനായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ നോമ്പെടുക്കുന്ന അവസ്ഥയിൽ? അപ്പൊ അങ്ങനെ കാണാൻ പറ്റും. നോമ്പില്ലാത്ത ഇടവേളകൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പൊ അങ്ങനെയും കാണും. വമാ സ്വാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഹറൻ കാമിലൻ മുൻദു ഖദിമൽ മദീനത ഇല്ലാ റമളാന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നത് മുതൽ ഒരു മാസം പൂർണ്ണമായി നോമ്പെടുത്തിട്ടുള്ളത് റമളാൻ മാസം മാത്രമാണ്. റമളാൻ മാത്രമാണ് പൂർണ്ണമായിട്ട് നോമ്പെടുത്തതായി മദീനയിൽ വന്നതിന് ശേഷം കണ്ടിട്ടുള്ളത്. حدثنا علي بن حجر حدثنا اسماعيل بن جعفر عن حميد عن انس بن مالك انه سئل عن صوم النبي صلى الله عليه وسلم. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു. فقال يصوم من الشهر حتى نرى ان لا يريد ان يفطر عنه منه. നോമ്പെടുക്കുന്ന കണ്ട വിചാരിക്കും മുത്തുനബി തങ്ങൾക്ക് നോമ്പില്ലാണ്ട മുറിക്കാനൊരു ഉദ്ദേശം ഇല്ല എന്നിങ്ങനെ തോന്നിപ്പോകും. അത്രമാതിരി കണ്ട് എടുത്തു പോകും. ويفطر حتى نرى أن لا يريد أن يقوم منه شيئا لا يريد أن يصوم منه شيئا. നോമ്പെടുക്കാത്ത ദിവസങ്ങളിൽ നോക്കി ഇപ്പൊ നോമ്പെടുക്കാനൊന്നും ഉദ്ദേശം ഇല്ലല്ലേ എന്നിങ്ങനെ നോമ്പില്ലാത്ത ദിവസങ്ങൾ ഇങ്ങനെ തുടർച്ചയായി കാണും. وكنت لا تشاء أن تراه من الليل مصليا إلا رأيته مصليا. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന രാവുകൾ കാണണമെന്ന് വിചാരിച്ചാൽ എന്നും ഇങ്ങനെ നിസ്കരിക്കുന്നത് കാണാം. വലാ നായിമൻ ഇല്ലാ റഅയ്തഹു നായിമൻ. രാത്രി ഉറങ്ങുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണണമെന്ന് വിചാരിച്ചാൽ ഉറങ്ങുന്ന നബിതങ്ങളെയും കാണാം. അപ്പൊ ഏതവസ്ഥയിൽ കാണാൻ നോക്കിയാലും കാണും. നോമ്പെടുക്കുന്ന നിരന്തരമായി നോമ്പെടുക്കുന്ന മുത്തുനബിയെ കാണണോ അങ്ങനെ വിചാരിച്ചു നോക്കി അങ്ങനെ കാണാൻ പറ്റും. നോമ്പെടുക്കാത്ത ദിവസങ്ങളിലുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അങ്ങനെ കാണാം. രാത്രി നിസ്കരിക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ ഉദ്ദേശമുണ്ടോ അങ്ങനെ കാണും. രാത്രി വിശ്രമിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണണോ അതും കാണാൻ പറ്റും. അതായിരുന്നു അവിടുത്തെ ജീവിതം. അനസ് റളിയല്ലാഹു അൻഹു ആണല്ലോ, ആധികാരികമായ പറച്ചിലാണല്ലോ. حدثنا محمود بن غيلان حدثنا أبو داود حدثنا شعبة عن نبي بشير قال سمعت سعيد بن جبير عن ابن عباس رضي الله عنه قال كان النبي صلى الله عليه وسلم حتى نقول ما يريد أن يفطر منه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കുന്ന കണ്ടാൽ നോമ്പ് നിർത്താനുള്ള ഉദ്ദേശമൊന്നും ഇല്ല എന്ന് വിചാരിക്കും. ويفطر حتى نقول ما يريد أن يصوم. ഇനിയിപ്പോ നോമ്പൊന്നും എടുക്കാൻ ഉദ്ദേശം ഉണ്ടാവില്ലായിരിക്കും എന്ന് വിചാരിക്കുമാറ് ഇടവേളകൾ കാണും. വമാ സ്വാമ ശഹറൻ കാമിലൻ മുൻദു ഖദിമൽ മദീനത ഇല്ലാ റമളാന. മദീനയിൽ ആഗതമായതിനു ശേഷം പിന്നീട് റമളാനിലല്ലാതെ പരിപൂർണമായും ഒരു മാസം നോമ്പെടുത്തിട്ടില്ല. حدثنا محمد بن بشار حدثنا عبد الرحمن بن مهدي عن سفيان عن منصور عن سالم بن ابي الجعد عن ابي سلمة عن ام سلمة رضي الله عنها قالت ما رأيت النبي صلى الله عليه وسلم يصوم الشهرين متتابعين إلا شعبان ورمضان. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, തുടർച്ചയായി 2 മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായിട്ടും നോമ്പെടുത്തത് ഞാൻ കണ്ടിട്ടില്ല, ഷഅബാനും റമളാനും അല്ലാതെ. അത് തുടർച്ചയായി ഉള്ളതല്ല, താറത്തൻ ചിലപ്പോൾ, അല്ലെങ്കിൽ ഭൂരിപക്ഷ ദിവസങ്ങളും ഷഅബാനിനടുത്ത മറ്റു റിവായത്തുകളോട് ചേർന്നുകൊണ്ടാകാം. മാ സ്വാമ ഷഹറൻ കാമിലൻ എന്ന് പറഞ്ഞാൽ എല്ലാ കൊല്ലത്തെയും എല്ലാ റമളാനിലും എടുക്കുന്ന പോലെ എല്ലാ കൊല്ലത്തെയും എല്ലാ ഷഅബാനിലും എടുത്തിരുന്നില്ല എന്നുമാകാം നേരത്തെ ഹദീസിന്റെ വ്യാഖ്യാനം. അതും ഇതും തമ്മിൽ എതിരാകുന്നില്ലെന്ന് സാരം. قال أبو عيسى هذا إسناد صحيح وهكذا قال النبي سلمة عن أم سلمة وروى هذا الحديث غير واحد عن النبي سلمة عن عائشة رضي الله عنها عن النبي صلى الله عليه وسلم
ويحتمل أن يكون أبو سلمة بن عبد الرحمن قد روى هذا الحديث عن عائشة رضي الله عنها وأم سلمة جميعا عن النبي صلى الله عليه وسلم. റിവായത്തിന്റെ ഘടന പറഞ്ഞതാണ്. അബൂ സലമത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്നവർ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവണം. حدثنا هناد حدثنا عبدة عن محمد بن عمرو حدثنا أبو سلمة عن عائشة رضي الله عنها قالت لم أرى رسول الله صلى الله عليه وسلم يصوم في شهر أكثر من صيامه في شعبان. ഷഅബാനിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കുന്നത് അധികരിപ്പിച്ചതുപോലെ മറ്റൊരു മാസത്തിൽ ഞാൻ കണ്ടിട്ടില്ല. കാന യസൂമു ഷഅബാന ഇല്ലാ ഖലീലൻ. അതിന്റെ അർത്ഥം ഷഅബാനിലെ എല്ലാ ദിവസവും എടുത്തിരുന്നു എന്നല്ല, കുറച്ച് ദിവസങ്ങളിൽ. ബൽക്കാന യസൂമുഹു കുല്ലഹു എന്ന് പറഞ്ഞാൽ ഷഅബാൻ മുഴുവനായും നോമ്പെടുക്കുന്നു എന്ന് ഫീൽ ചെയ്യും, എന്നാൽ അവിടുന്ന് എല്ലാ ദിവസവും എടുത്തിരുന്നില്ല. അവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു അറാദ സൗമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യത്യസ്ത വർഷങ്ങളിലെ നോമ്പുകളാണ്. ഒരു വർഷം യസൂമു മിൻ അവ്വലിഹി, തുടക്കത്തിൽ കുറെ ദിവസം എടുത്തു. അടുത്ത വർഷം അവസാനത്തിൽ നിന്ന് കുറച്ച് ദിവസം എടുത്തു. അടുത്ത വർഷം ഒടുക്കത്തിൽ നിന്ന് കുറെ ദിവസം എടുത്തു. അപ്പം ഷഅബാൻ മാസത്തിന്റെ എല്ലാ ഭാഗത്തും നോമ്പെത്തിയിട്ടുണ്ട്. എന്നാൽ പൂർണ്ണമായും 30 ദിവസവും എടുത്തോ? ഇല്ല, ഇല്ലാ ഖലീലൻ. അതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്രതാനുഷ്ഠാനങ്ങളിൽ സുപ്രധാനമായ ചില അധ്യായങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഇനിയും ഇതിൽ ചില ഹദീസുകൾ നമുക്ക് പ്രാധാന്യത്തോടുകൂടി പാരായണം ചെയ്യാനുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധനകളെ കുറിച്ച് അറിഞ്ഞും പഠിച്ചും അവിടുത്തെ ജീവിതചര്യകൾ പകർത്തിയും സുന്നത്തുകളിലൂടെ അവിടുത്തേക്ക് അടുക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആസാറുകളെ പിൻപറ്റാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. നമ്മൾ ഇന്ന് വരെ ചെയ്യുന്ന നിസ്കാരങ്ങളിൽ നിന്ന് വരും ദിവസങ്ങളിൽ കൂടുതൽ നിസ്കരിക്കാനും നിർവഹിക്കാനുമുള്ള തൗഫീഖ് ഈ ക്ലാസുകളുടെ ഒക്കെ കാരണമായി അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം സുന്നത്തുകളെ ഹയാത്താക്കുകയും അത് പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്നതാണ്. അല്ലാഹു നമുക്ക് ഇഹ്യാ ഉസ്സുന്ന, സുന്നത്തുകളെ ഹയാത്താക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. اللهم وفقنا لاتباع سننه وآثاره صلى الله عليه وسلم. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാം നീ ആഫിയത്തും ദീർഘായുസ്സും സിഹത്തും സ്വാലിഹായ അമലുകൾ വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖും നീ നൽകണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. എല്ലാ വിഷമവും നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين.